കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ വലിയ പരാജയം പരിശോധിക്കുകയാണെങ്കിൽ കൊല്ലത്തെ പരാജയം പാർട്ടി സെക്രട്ടറി തന്നെ പറയുകയാണ് അത് ഞങ്ങളെ ഞെട്ടിച്ചെന്ന്. അങ്ങനെ ഓരോ ഇടങ്ങളിലും ഞെട്ടിക്കുന്ന പരാജയങ്ങൾ ഏറ്റുവാങ്ങി ഇപ്പോൾ ഏറ്റവും അവസാനം അവരൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ജനങ്ങളുമായി സംസാരിക്കണം. അതിന് സഖാക്കൾ വീട് കയറുകയാണ്. അങ്ങനെ വീട് കയറിയാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമോ? ഇപ്പോഴുണ്ടായ തിരിച്ചടി മറികടക്കാൻ കഴിയുമോ? പലപ്പോഴും എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. ഈ CPM-ൻ്റെ PR വർക്ക് നടത്തുന്നവർ അവരെ വെട്ടിലാക്കുകയാണോ ചെയ്യുന്നത്? കാരണം ശബരിമലയിൽ യുവതീ പ്രവേശനവുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് അയ്യപ്പ സംഗമം നടത്തിയത്. പക്ഷേ അത് വെളുക്കാൻ തേച്ചത് പാണ്ട എന്ന് മാത്രമല്ല, പുണ്ണായും ചൊറിയായും ഇപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ചൊറി മാറ്റാനാണിപ്പം ഓരോ വീട്ടിലും കയറി ഇറങ്ങാനായിട്ട് പോകുന്നത്. അത് കൂടുതൽ വലിയ വ്രണങ്ങളും നാട് മുഴുവൻ നാറ്റിക്കുന്ന അവസ്ഥയിലേക്കും എത്തുമെന്നുള്ളത് നമുക്ക് സംശയമില്ലല്ലോ. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വന്നിട്ട് ഞാൻ നല്ല പിള്ള അല്ലേ എന്ന് ചോദിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എനിക്കൊരു ചെറിയ സ്ഥാനം വേണം അല്ലേ? ഞാൻ കള്ളനാണെന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയും ഞാൻ പ്രശ്നക്കാരനാണെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയും ഞാൻ നിങ്ങൾക്ക് കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ വന്ന് നിങ്ങളോട് അത്തരത്തിലൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താണ് തോന്നുക? പകരം ചെയ്യേണ്ടത് മാപ്പിരക്കുന്നതാണെങ്കിൽ ശരി, എനിക്ക് ഇത്രയും നാൾ പറ്റിയ തെറ്റുകൾ ക്ഷമിക്കണം, അതിൽ ഞാൻ ദുഃഖിക്കുന്നു, അതെല്ലാം തിരുത്താൻ ഞാൻ തയ്യാറാണ്. അതല്ലല്ലോ ചോദിക്കുന്നത് ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ ഈ സ്വർണം കട്ടത് ആരപ്പ എന്ന് അയ്യപ്പൻ്റെ നടയിലെ സ്വർണം നഷ്ടപ്പെടുത്തിയത് ആരപ്പ എന്ന് ചോദിച്ചുകൊണ്ട് പാട്ട് വരുന്നു. ആ പാട്ടിൽ സഖാക്കളാണ് എന്ന് പറയുന്നത് ഞങ്ങളെല്ലാം ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് 4 പേരെ അറസ്റ്റ് ചെയ്ത് SIT അകത്തിട്ടിരിക്കുമ്പോഴാണ്, 4 പ്രമുഖ നേതാക്കളെ അകത്തിട്ടിരിക്കുമ്പോഴാണ് ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് വരുന്നത്. ഞങ്ങളല്ലെന്ന് അതാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. ഞങ്ങളിലില്ല കള്ളരക്തം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രചരണത്തിന് നെഗറ്റീവ് എഫക്റ്റ് അല്ലേ ഉണ്ടാകുക? നമുക്ക് എന്തെങ്കിലും ഒരു ക്രെഡിബിലിറ്റി ഉള്ള കാര്യത്തിനെ നമ്മൾ ആളുകൾക്ക് ചോദിക്കാൻ പോകും. ഇല്ലെങ്കിൽ അവിടുന്ന് മാറി ആ ചോദ്യമേ മാറ്റണം. ചോദ്യം ചോദിക്കാൻ ഇത് നമ്മൾ തന്നെ പോയി ചൊറിഞ്ഞിട്ട് കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു വിഷയം അങ്ങനെ കിടക്കുന്നതിനെ നമ്മൾ മാറ്റിമറിക്കുകയാണ് ചെയ്യേണ്ടത്. ശരിക്കും അങ്ങനെ ഒരു ചോദ്യമേ ചോദിക്കാൻ പാടില്ല. ഞങ്ങൾ കൊള്ളാമോ? എന്നെ കണ്ടാൽ കിണ്ണം കെട്ടെന്നും തോന്നുമോ? പപ്പ എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെങ്കിൽ പോലും ആളുകൾ ഇവന്റെ ദേഹത്ത് എന്തോ പപ്പ കാണുമല്ലോ. കോടിയേരിയുടെ കാലത്ത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം, പരാജയത്തിന് ശേഷം ആ സമയത്ത് ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഇറങ്ങിയല്ലോ. ജനങ്ങൾക്കിടയിൽ ഇറങ്ങുന്നതിനൊന്നും കുഴപ്പമില്ല. ജനങ്ങൾക്കിടയിൽ ഇറങ്ങണമെങ്കിൽ സഖാവിൻ്റെ വീട്ടിൽ ഇറങ്ങിയിട്ട് കാര്യമില്ല. ഇത് അധികം സഖാവിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഇത് അവർക്ക് തന്നെ പല സഖാക്കൾക്കും ഇപ്പോൾ സംശയമുണ്ട്, പാർട്ടിയുടെ പ്രവർത്തനം ശരിയായ രീതിയിൽ പോകുന്നോ എന്നുള്ളത്. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. പലരും ഇതിൻ്റെ വിമുഖത ഓരോരോ വിഷയങ്ങളിലായിട്ട് പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിൽ അതൊരു ഓളമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യം വരുന്നുണ്ട്. ആ സാഹചര്യം വരുന്നെങ്കിൽ അത് അങ്ങനെ അല്ല എന്ന് പറയാൻ അവർ പാർട്ടി മീറ്റിംഗ് വിളിച്ചാൽ മതി അല്ലേ? ഓരോ വീട്ടിലും കയറി ഇറങ്ങുമ്പോൾ അത് സെലക്റ്റീവ് വീടുകളിലാണെങ്കിൽ അത് അതിനേക്കാൾ പ്രശ്നമാകും. അതുപോലെ തന്നെ അവിടെ പറയുന്ന ചോദ്യം പ്രശ്നമാണ്. ചോദ്യം ചോദിക്കാനേ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് ക്ഷമിക്കണം. അതിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും വിട്ടുവീഴ്ച, ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ തിരുത്താം എന്ന് പറയാനാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് കുറച്ചെങ്കിലും ഫലമുണ്ടാകും. അതിന് പകരം അവരുടെ യുക്തിയെ ചോദ്യം ചെയ്യുക. ഇതാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പലപ്പോഴും വരുന്ന കുഴപ്പമാണ്. നിങ്ങളുടെ യുക്തിയെ ചോദ്യം ചെയ്താൽ നിങ്ങൾക്ക് പ്രകോപനം ഉണ്ടാകും. ഞാൻ നിങ്ങളുടെ യുക്തിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഒരു സാധനം അടിച്ചു മാറ്റി, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ദ്രോഹമായ ഒരു കാര്യം ചെയ്തു, നിങ്ങൾക്ക് അങ്ങനെ ഒരു ദ്രോഹം ഞാൻ ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ സാധനം വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങളുടെ യുക്തിയെ ഞാൻ ചോദ്യം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും അത് നെഗറ്റീവ് എഫക്റ്റ് ആവും. അതുകൊണ്ട് തിരിച്ചാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. സോറി, ആ ഒരു തെറ്റ് ഞാൻ തിരുത്താൻ തയ്യാറാണ്. നിങ്ങളെന്നെ അവിശ്വസിക്കരുത്, അല്ലെങ്കിൽ അവിശ്വസിച്ചതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ആ തട്ടിയതിനെ ഞാനിത് കഴുകി കളയുന്നു. നിങ്ങൾ ഒരു ഫ്രഷ് മൈൻഡോടുകൂടി എന്നെ സമീപിക്കണമെന്ന് പറയുന്നതാണ് യഥാർത്ഥ ഒരു PR വർക്കായിട്ട് നമ്മൾ കാണേണ്ടത്. അതല്ലാത്ത ഏത് PR വർക്കും എഫക്റ്റീവിന് പകരം വേറൊരു അയ്യപ്പ സംഗമമായിട്ട് മാറി നാളെ വലിയൊരു ചർച്ചാ വിഷയമായിട്ട് നാട്ടിൽ വരും. അതൊരു സംശയമില്ല. മറ്റൊരു കാര്യം, ഈ കോടിയേരി ബാലകൃഷ്ണനും ഗോവിന്ദനും തമ്മിൽ ഈ വലിയ പ്രതിസന്ധി ഉണ്ടോ? കാരണം
ഈ പ്രവർത്തന രീതിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ പല പ്രശ്നങ്ങളും വരുമ്പോൾ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ പരിഹരിക്കാൻ കഴിയുന്നില്ല. ഇദ്ദേഹം പറയുന്നതെല്ലാം വിവാദങ്ങളിലാണ് ലാസ്റ്റ് എത്തുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ നേതാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം പറയുന്നത് ജനങ്ങൾക്ക് ദഹിക്കുന്നതേ പറയാറുള്ളൂ. ഏത് കൊടിയ പ്രശ്നം നടന്നാലും അദ്ദേഹത്തിൻ്റെ മറുപടി കേൾക്കുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ് തോന്നുക. എക്സെപ്റ്റ് ആ പാടത്തെ പണിക്ക് വരമ്പത്ത് കൂലി കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു വിവാദം മാത്രമേ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കേട്ടിട്ടുള്ളൂ. അതുപോലും അദ്ദേഹം പിന്നെ അതിനെ ഈസിയാക്കി കൊണ്ടുവന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്? ഒരു വിവാദവും അദ്ദേഹം വിവാദമായിട്ട് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ യുക്തിയെ ജനങ്ങളുടെ ഇടയിൽ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ കൊണ്ടുവരാറില്ല. കാരണം മകനുമായി ബന്ധപ്പെട്ട് അന്ന് കേസ് വന്നപ്പോൾ തന്നെ അദ്ദേഹം മാറി നിൽക്കാൻ തയ്യാറായി. എല്ലാത്ത കാര്യത്തിലും മാറി നിൽക്കാൻ തയ്യാറായി. അദ്ദേഹം സൗമ്യത ഭാഷയെ സംസാരിക്കാറുള്ളൂ, ചിരിച്ചുകൊണ്ടേ സമീപിക്കാറുള്ളൂ. ആ ഒരു പ്രത്യേകത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് പിന്നെ എപ്പോഴും ഒരു റീസൺ കാണും. ഈ ഒരു കാര്യം പറയുമ്പോൾ ഇന്ന കാരണം കൊണ്ടാണ് ഞങ്ങളത് ചെയ്തത് എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാവുന്ന റീസൺ കാണും. ഞാനതാ പറഞ്ഞു, വിശ്വസിക്കാവുന്ന റീസൺ ഇല്ലാതെ ഞാനത് ചെയ്തിട്ടുണ്ടോ എന്ന് മറ്റൊരാളത് പോയി ചോദിക്കുമ്പോൾ അത് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകും. അപ്പം അത്തരം ഇതിന് പകരം അതാണ് ഈ പാർട്ടിയെ കൈകാര്യം ചെയ്യാൻ ഗോവിന്ദന് കഴിയുന്നില്ല. അതാണോ ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി? പിണറായി വിജയനേക്കാൾ പാർട്ടിയെ കൈകാര്യം ചെയ്യുന്നത് എപ്പോഴും സെക്രട്ടറി ആയിരുന്നു. അല്ല, അത് എല്ലാവരും പറയുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അതായത് മുഖ്യമന്ത്രി തന്നെ ഭരിക്കുന്നു, മുഖ്യമന്ത്രി തന്നെ പാർട്ടിയെ നയിക്കുന്നു എന്ന ഒരു ഫീലിംഗ് പാർട്ടിക്കകത്തുണ്ട് എന്നുള്ളത് പലരും തുറന്നു പറഞ്ഞു കഴിഞ്ഞല്ലോ. ഐഷ പൊറ്റി അടക്കമുള്ളവർ പറയുന്നത് അതൊക്കെ തന്നെയാണ്. ഇതിനു മുമ്പ് ജി സുധാകരൻ്റെ പല വാക്കുകളിലും അത് ഒളിഞ്ഞും തെളിഞ്ഞും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സുരേഷ് കുറുപ്പിൻ്റെ അതിൽ പാർട്ടിയുടെ സമീപനത്തിലും രീതിയിലും വന്ന വ്യത്യാസം അദ്ദേഹം ഭംഗിയന്തരേണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാൽ വിവാദങ്ങളിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പാർട്ടിയുടെ ഒരു പ്രത്യേകതയാണ്. പാർട്ടിയിൽ നിൽക്കുകയോ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയോ ചെയ്താൽ പോലും പാർട്ടിയുടെ കാര്യങ്ങൾ വെളിയിൽ പറയാൻ പാടില്ല. അങ്ങനത്തെ ഒരു ചിട്ട അവിടെയുണ്ട്. ആ ചിട്ടയുടെ ഭാഗമായിട്ടാണ് അത് തുറന്നു പറയാത്തത്. പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ഭരണത്തിലെയും പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് വലിയ വിപ്രതിപത്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. അത് കഴുകിക്കളയാനായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ക്ഷമാപണത്തോടു കൂടി അല്ലെങ്കിൽ അതിന് നെഗറ്റീവ് എഫക്റ്റേ ഉണ്ടാവുള്ളൂ, പോസിറ്റീവ് എഫക്റ്റ് ഒരിക്കലും ഉണ്ടാവില്ല. തെറ്റുകൾ തിരുത്തും എന്നാണ് പറയേണ്ടത്. അല്ലെങ്കിൽ തിരുത്തുന്നതിനുള്ള നടപടി സർക്കാർ തലത്തിൽ തന്നെ ഉണ്ടായാലും മതി. ഇപ്പം തന്നെ സംശയാലുക്കളായ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നു എന്നൊരു തോന്നൽ വന്നാൽ തന്നെ വലിയ മാറ്റം വരും. സംശയാലുക്കളായ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുമ്പോൾ തന്നെ വലിയ മാറ്റങ്ങൾ വരും. അപ്പോൾ പ്രവൃത്തി കൊണ്ട് വാക്കുകൊണ്ട് ഒക്കെ ചില തെറ്റുതിരുത്തലുകളാണ് പാർട്ടിക്ക് ഇന്ന് ആവശ്യം. അല്ലാതെ TV ചാനലിൽ വരുന്ന ഒരു എക്സ്പ്ലനേഷൻ ശൈലി പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി വന്ന് നമ്മുടെ വീട്ടിൽ നടത്തിയാലും നമുക്കത് ദഹിക്കില്ല. കാരണം ഇത്രയും നാൾ പാർട്ടി വക്താക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയാണ് ഇവരിപ്പോഴും പറയുന്നത്. അതിന് വ്യത്യസ്തമായിട്ടൊന്നും പറയുന്നില്ലല്ലോ. അത് പറഞ്ഞാൽ ഏൽക്കും, പറഞ്ഞാൽ മാപ്പ് പറഞ്ഞാൽ തെറ്റ് തിരുത്താൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലാഞ്ചന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിച്ചാൽ ഒക്കെ വ്യത്യാസം വരും. അതിന് ഏറ്റവും അറിയേണ്ടത് അടുത്ത സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുമ്പോഴാണ്. എനിക്ക് തോന്നുന്നത് മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റിന് അവർ ശ്രമിക്കും എന്നുള്ളതാണ്. അത്തരത്തിലൊരു സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നിട്ട് ഞങ്ങളൊരു തിരുത്തലിൻ്റെ ഭാഗമാണ്, പഴയ ചില മുഖങ്ങളെയും ആൾക്കാരെയൊക്കെ മാറ്റി ഞങ്ങൾ പുതുമുഖങ്ങളെ അല്ലെങ്കിൽ നല്ല മുഖങ്ങളെ അവതരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പാർട്ടി രംഗത്ത് വരുന്നതായിരിക്കും അവർക്ക് കൂടുതൽ ശോഭ നൽകുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് ഏത് ഇലക്ഷനിലും സ്ഥാനാർത്ഥിയുടെ മികവ് ഒരു പ്രധാനമാണ്. 5% മുതൽ 10% വരെ വോട്ട് നേടുന്നതിന് സ്ഥാനാർത്ഥിയുടെ മികവ് സഹായിക്കുന്നുണ്ട് എന്നുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മളെ കാണിച്ചു തന്നില്ലേ? അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ മൊത്തം നമ്മളെ കാണിച്ചു തന്നില്ലേ? UDF കിട്ടിയ ഒരു ഗുണം, UDF എവിടെയൊക്കെ സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ടോ അവരൊക്കെ ഒരുവിധം മികവുള്ള സ്ഥാനാർത്ഥികളായിരുന്നു എന്നുള്ളതാണ്. ആ സ്ഥാനാർത്ഥികളുടെ മികവ് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലുമുണ്ട്. എനിക്ക് തോന്നുന്നത് CPM അതിനൊക്കെയാണ് ശ്രമിക്കേണ്ടത്. ആരെയെങ്കിലും പാർട്ടിക്കകത്തുള്ളവരെ തന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ പോയി കണ്ട് അവരോട് തിരിച്ച് പാർട്ടിയിൽ സജീവമാകാൻ പറഞ്ഞ് അവരെ മുന്നിൽ നിർത്തി ഒരു യുദ്ധം നയിക്കുന്നതായിരിക്കും LDFന് കൂടുതൽ ഗുണകരം. അത് ആയിരിക്കും കൂടുതൽ വിജയിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.